നമസ്തേ. ആത്മീയതയുടെ മഹാസംഗമത്തിന് സാക്ഷിയാകാൻ ഒരുങ്ങുകയാണ് എറണാകുളം ജില്ലയിലെ കുറുമ്പശ്ശേരി. 2026 ഏപ്രിൽ 29 ബുധനാഴ്ച രാവിലെ 10 മുതൽ കുറുമ്പശ്ശേരി NSS കരയോഗം ഹാളിൽ വെച്ച് കുറുമ്പശ്ശേരി ഗുരുവനം ആശ്രമത്തിന്റെ നേതൃത്വത്തിൽ ഭക്തിയും ആത്മീയതയും നിറഞ്ഞ സന്യാസി സംഗമവും യതിപൂജയും സംഘടിപ്പിക്കുന്നു. 29 ബുധനാഴ്ച രാവിലെ 7 മണി മുതൽ തന്നെ ചടങ്ങുകൾക്ക് തുടക്കം കുറിക്കും. ശ്രീ രുദ്രജപവും മാതൃസംഘത്തിന്റെ നേതൃത്വത്തിൽ ഭജനയും സഹസ്രനാമജപവും നടക്കും. ആത്മീയ ചിന്തകളിൽ ലയിക്കാനുള്ള ഒരു അപൂർവ അവസരമാകുമെന്ന് സംഘാടകർ പറയുന്നു. യതിപൂജ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ആശ്രമങ്ങളിൽ ഓരോ ആശ്രമങ്ങളിലും അതിൻ്റെ മഠാധിപതിമാർ അതിൻ്റെ ശിഷ്യന്മാരൊക്കെ ഉണ്ടാകും. അപ്പോൾ അവർ പരസ്പരം എല്ലാവരെയും നമസ്കരിച്ചിട്ടൊക്കെ ആയിരിക്കും ജീവിക്കുന്നത്. സാധാ കുടുംബക്കാർക്ക് ഇതറിയില്ല. അപ്പോൾ ഒരു സന്യാസി വന്നു കഴിയുമ്പോൾ നമ്മൾ അവരെ ആദരിച്ച് കയറ്റണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ കയറ്റി കഴിഞ്ഞിട്ട് നമ്മൾ അവരെ ഇരുത്തി അവരെ കാലൊക്കെ കഴുകിച്ച് മാലയൊക്കെ ഇട്ട് നമ്മൾ അവരെ പൂജിക്കുകയാണ്. ആരതിയൊക്കെ നടത്തി പൂജിച്ച് നമസ്കരിച്ചിട്ട് നമ്മൾ അവരെ ഒരു ദേവഭാവത്തിലാക്കുകയാണ് നമ്മളുടെ മനസ്സുകൊണ്ട്. ആ ദേവഭാവത്തിലാക്കുന്ന ആ ദേവന് നമ്മൾ പിന്നീട് ഭക്ഷണമൊക്കെ കൊടുക്കും. അപ്പോൾ ആ ആചാര ചടങ്ങുകൾ നടക്കുന്നത് ആരും തന്നെ കണ്ടിട്ടുണ്ടാവില്ല. അതിൻ്റെ കൂടെ നമ്മൾ ദക്ഷിണയായിട്ട് കൊടുക്കും. പിന്നെ അവർക്ക് വേണ്ട സാധനങ്ങൾ നമ്മൾ അത്യാവശ്യം ഡ്രസ്സ് എല്ലാം കൊടുക്കും. അവരെ തൃപ്തിപ്പെടുത്തുക എന്നുള്ളതാണ് ലക്ഷ്യം. അപ്പോൾ ഇത് സാധാരണ ആളുകൾ കണ്ടിട്ടുണ്ടാവില്ല എന്താണെന്ന്. അപ്പം അത് കാണാനും അവർക്ക് ഈ ഒരു പരിപാടിയിലൂടെ ഇതിൽ പങ്കെടുക്കുന്ന ആളുകൾക്ക് ഒരു പ്രത്യേക ഒരു അനുഗ്രഹം കിട്ടും. കാരണം ഇവരുടെ മനസ്സ് എങ്ങനെ സന്തോഷിക്കുന്നു അത് ഈ ജനങ്ങളിലേക്കാണ് പകരണത്. അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ഈ 40 പേരോളം അടങ്ങുന്ന സന്യാസിമാർക്ക് യതിപൂജ നടത്താമെന്ന് വിചാരിച്ചത്. ആ സന്യാസിമാരെ വിവിധ ആശ്രമങ്ങളിലെ വിവിധ അനുഷ്ഠാനങ്ങളിലൂടെ വരുന്ന സന്യാസിമാരാണ് വരുന്നത്. ഓരോ ആശ്രമങ്ങളിലും വേറെ വേറെ അനുഷ്ഠാനമായിരിക്കും. അപ്പോൾ ആ എല്ലാവരും ഒന്ന് ചേർന്ന് കഴിയുമ്പോൾ എന്താവും, ഒരനുഷ്ഠാനമായിട്ട് മാറും. എല്ലാവരുടെ അനുഷ്ഠാനം കൂടി ഒറ്റ അനുഷ്ഠാനമായിട്ട് മാറും. ലൈനായിട്ട് ഇരുന്ന് പാദപൂജ ചെയ്ത് എല്ലാവരും പൂജിച്ച് കഴിയുമ്പോൾ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് വരുന്ന പുഴകൾ ചേർന്നിട്ട് കടലിലേക്ക് ചെല്ലുമ്പോൾ അതെന്താകും, അത് കടലാകുന്നത് പോലെ ആ ഭക്തി സാന്ദ്രമായിട്ടുള്ള ഒരു അന്തരീക്ഷം നമുക്ക് വന്നു ചേരും. അത് ചേരണം. കാരണം ഇന്ന് സമൂഹത്തിൽ എല്ലാ അറിവുകളും മൊബൈലിലൂടെ ഒക്കെ കിട്ടും. പക്ഷെ ഈ പരസ്പരം ഇങ്ങനെയുള്ളൊരു ബന്ധം മൊബൈലിൽ നിന്ന് കിട്ടൂല. അപ്പോൾ പനിയാണെന്ന് പറഞ്ഞാൽ ആശുപത്രി കൊണ്ടുപോകാൻ മൊബൈലിന് സാധിക്കില്ല. അച്ഛനും അമ്മയും വേണം. അതുപോലെ തന്നെ ഒരു ഗുരു ഉണ്ടെങ്കിലാണ് നമ്മളെ നേരായ വഴിക്ക് നടത്തുകയുള്ളൂ എന്നുള്ളൊരു ബോധ്യവും കൂടി ഈ ഒരു സംഗമത്തിലൂടെ നമ്മൾക്ക് അറിയാൻ സാധിക്കും. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഗുരുവനം ആശ്രമത്തിൻ്റെ നേതൃത്വത്തിൽ ഈ സന്യാസിമാരെ വിളിച്ചിട്ട് അവരെ ആദരിച്ച് പാദപൂജ ചെയ്ത് അവർക്ക് ഭക്ഷണം കൊടുത്ത് സന്തോഷിപ്പിച്ച് വിടാനായിട്ട് തീരുമാനിച്ചിരിക്കണം. തുടർന്ന് നടക്കുന്ന സന്യാസ സമ്മേളനം വിവിധ ആത്മീയ ഗുരുക്കന്മാരുടെ സാന്നിധ്യത്തിൽ സമ്പന്നമാകും. പരിപാടിക്ക് തുടക്കമായി സ്വാമിനിമാരായ ശ്രുതി വിശ്വപ്രിയാനന്ദ സരസ്വതിയും സ്മൃതി വിശ്വപ്രിയാനന്ദ സരസ്വതിയും ചേർന്ന് ഈശ്വര പ്രാർത്ഥന നടത്തും. സ്വാഗത പ്രസംഗം നിർവഹിക്കുന്നത് മാർഗദർശക് മണ്ഡലത്തിന്റെ ജനറൽ സെക്രട്ടറി സ്വാമി സത്സ്വരൂപാനന്ദ സരസ്വതിയാണ്. സമ്മേളനത്തിന് അധ്യക്ഷത വഹിക്കുന്നത് വാഴൂരിലെ തീർത്ഥപാദാശ്രമ മഠാധിപതി സ്വാമി പ്രജ്ഞാനാനന്ദ തീർത്ഥപാദരായിരിക്കും. അനുഗ്രഹ പ്രഭാഷണങ്ങൾക്കായി വിവിധ ആത്മീയ ഗുരുക്കന്മാർ വേദിയിലെത്തും. കൊല്ലം സംബോധ ഫൗണ്ടേഷനിൽ നിന്ന് അധ്യാത്മാനന്ദ സരസ്വതി, വയനാട്ടിലെ ചിന്മയ മിഷനിൽ നിന്ന് അഭയാനന്ദ സരസ്വതി, വള്ളിക്കാവിലെ അമൃതാനന്ദമയി മഠത്തിൽ നിന്ന് വേദാമൃതാനന്ദപുരി, കോഴിക്കോട് കുളത്തൂർ അദ്വൈതാശ്രമത്തിൽ നിന്ന് ശിവാനന്ദപുരി തുടങ്ങിയ സന്യാസിമാർ ആത്മീയ ജീവിതത്തിന്റെ വിവിധ തലങ്ങളെക്കുറിച്ചുള്ള അവരവരുടെ ചിന്തകൾ പങ്കുവയ്ക്കും. സാമൂഹിക രാഷ്ട്രീയ രംഗങ്ങളിലെ പ്രമുഖരും ചടങ്ങിൽ ആശംസകൾ നേരും. കൂവപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായ ബിനോയ് അരീക്കൽ, മെമ്പർമാരായ രേവതി സനിൽ, ഗിരീഷ് മാധവൻ, സീനിയർ അഡ്വക്കേറ്റ് ജിജോപാൽ, സൈക്യാട്രിസ്റ്റ് ഡോക്ടർ ബിനോയ് ജയൻ, സ്മൈൽ ഡയറക്ടർ ധന്യ ബെൻസാൽ, സ്മൈൽ കോർഡിനേറ്റർ ഇന്ദിര വിജയൻ, ചേരാനല്ലൂർ HSSലെ പ്രധാന അധ്യാപിക സിജി CM,
സത്സംഗം ആധ്യാത്മിക സമിതിയിൽ നിന്നും ജയശ്രീ പിള്ള തുടങ്ങിയവരും ആശംസകൾ അർപ്പിച്ച് സംസാരിക്കും. ഉച്ചയ്ക്ക് 12 മണിയോടെ കുട്ടികളുടെ പരിപാടികളും അരങ്ങേറും. വ്യാസവിദ്യാനികേതൻ പെരുമ്പാവൂരിന്റെ നേതൃത്വത്തിൽ കുട്ടികളുടെ ഭജന വ്യാസ ഭജനാമൃതം അവതരിപ്പിക്കും. തുടർന്ന് നടക്കുന്ന കുഞ്ഞുങ്ങളുടെ ആത്മീയ പ്രസംഗങ്ങൾ ഭക്തർക്ക് വേറിട്ടൊരു അനുഭൂതി സൃഷ്ടിക്കും. മാസ്റ്റർ അഭിനന്ദ് എസ് കൃഷ്ണ, കുമാരി സാൻവിത സരുൺ, കുമാരി അൻവിത അരുൺ, മാസ്റ്റർ ദക്ഷൻ നാരായൺ എന്നിവർ വേദിയിൽ പ്രസംഗങ്ങൾ അവതരിപ്പിക്കും. സ്വാമിനി വിഷ്ണു പ്രിയാനന്ദപുരി പരിപാടിയുടെ കൃതജ്ഞത രേഖപ്പെടുത്തുന്നതോടുകൂടി സന്യാസി സമ്മേളനം പരിപാടികൾ അവസാനിക്കും. തുടർന്ന് വിശിഷ്ടമായ ഗതിപൂജ ചടങ്ങുകളും നടക്കും. സന്യാസിമാരെ ആദരിച്ചു നടത്തുന്ന ഈ ചടങ്ങ് ഭക്തർക്കും ആത്മീയ അനുഭവമായിരിക്കും. ആത്മീയതയും ഭക്തിയും ഒരുമിച്ച് അനുഭവിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് കുറുമ്പശ്ശേരി ഗുരുവനം ആശ്രമത്തിന്റെ ഈ സന്യാസി സംഗമം ഒരു വലിയ അവസരം തന്നെയാണ്.